നല്ല അടിപൊളി ചിക്കൻ കറിയും നല്ല അടിപൊളി തേങ്ങാച്ചോറും. ഹലോ ഗൈസ്, ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചാക്കരിയില്ലേ, അതിൽ വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ അതിലാണ് എപ്പോഴും വെക്കുന്നത്. എനിക്ക് കുത്തിരിച്ചോറ് വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതാണ്. ഇതിന് അരിയെടുത്ത് നല്ലപോലെ 2-3 തവണ കഴുകുക. കഴുകിയിട്ട് വെള്ളവും അരിയും കൂടെ വെക്കേണ്ട പാത്രം ഏതാണോ അതിലേക്ക് ഇടുക. എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതിനേക്കാളും നന്നായിട്ട് വെക്കുന്നവരുണ്ടാകും. ഇതിന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വെക്കുന്നത് പോലെയാണ്. അത് പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം ഗ്യാസ് ഓണാക്കി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ബീ ലീഫ് ഇതെല്ലാം കൂടെ അതിലേക്ക് ഇടണേ. അതിട്ട ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഈ ചോറിലേക്ക് തന്നെ ഇട്ട് ഇളക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും പിന്നെ ഉപ്പും ഉപ്പ് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് നോക്കി കറക്റ്റാക്കി വെക്കണം. മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും തേങ്ങയും കൂടെ ഇട്ട് മിക്സിയിൽ അരച്ച് ഇതിലേക്ക് ഒഴിക്കണേ. ഇത് കണ്ടോ, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാൻ ഇടുന്ന കണ്ടോ. നമ്മുടെ എന്തോരം അരിയാണോ നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് വേണം ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ. വെള്ളമാണെങ്കിലും നമുക്കൊരു കണക്കുണ്ടല്ലോ, അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം, അല്ലാതെ ഞാൻ കറക്റ്റ് കണക്കൊഴിച്ചൊന്നുമല്ല. പിന്നെ വേകാതെ വരുവാണെങ്കിൽ കുറച്ച് നല്ല തിളച്ച വെള്ളവും കൂടെ ഒഴിക്കും. അങ്ങനെയാണ്. ഇത് മിക്സിയിലേക്ക് ഇട്ട് അരച്ച് അതിലേക്ക് ഒഴിക്കണേ. അത് കണ്ടോ, അരച്ചെടുത്ത് ഞാനതിപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്തത് കഴുകി അതിലേക്ക് ഒഴിക്കണം. അതിന് ശേഷം അതെല്ലാം കൂടെ ഇളക്കി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തിള വരുന്നത് വരെ വെക്കണം. വെള്ളം ചേർത്ത് ഒഴിക്കുവാണ്. അതിന് ശേഷം നല്ല തിള വന്നതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഇതെല്ലാം കൂടെ ശകലം ഉപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു, അതുകൊണ്ടാണ് ശകലവും കൂടെ ഇടുന്നത്. എന്നിട്ട് ഇളക്കി ഗ്യാസിലേക്ക് വെച്ചിരിക്കുവാണല്ലോ, അതും കൂടെ ഇട്ട് ഇളക്കി. പിന്നെ നിങ്ങളുടെയൊക്കെ വീട് എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കോട്ടയം ജില്ല ഈരാറ്റുപേട്ടയാണ് സ്ഥലം. കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ എവിടെയാണ് സ്ഥലമെന്ന്, അതുകൊണ്ട് പറഞ്ഞാൽ. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജുണ്ട്, അതിൽ 65K ഫോളോവേഴ്സ് കഴിഞ്ഞ്. എല്ലാവരും അതൊന്ന് കയറി ഫോളോ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. കണ്ടോ, ഇപ്പോൾ ഉപ്പ് കറക്റ്റാണ്. അതിന് ശേഷം അടച്ച് വെച്ച് നല്ല തിള വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം വേണം താളിച്ചൊഴിക്കണം. അത് കുറച്ച് വെന്തതിന് ശേഷമാണ് ഞാൻ ഒഴിക്കാറ്. ചിലർ ആദ്യം തന്നെ താളിച്ച് അരിയെല്ലാം ഇട്ട് കഴുകി വെക്കുന്നവരും ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറേ പേര് തേങ്ങാച്ചോറ് വയ്ക്കുന്നത് വെളുത്ത കളറിൽ വെക്കുക, മഞ്ഞപ്പൊടി ഇടുകയല്ല. ഞാൻ വേറെ സാധനം കാണിക്കാവേ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് കരിയാപ്പലയാണ്. ഇത് കണ്ടോ, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ എടുക്കാവേ. കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എടുക്കാം. കണ്ടോ ഗൈസ്, നല്ല ഫ്രഷ് കരിയാപ്പല. എവിടെ നിന്നാണെന്ന് കണ്ടോ, നല്ല ഫ്രഷ് കരിയാപ്പല. ഇതാണ് ഞാൻ പറഞ്ഞത്, അപ്പുറത്തെ വീട്ടിലെ എൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന അടിപൊളി കരിയാപ്പല. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത്രയും സൗകര്യത്തോടു കൂടി അടുത്ത വീട്ടുകാർ കരിയാപ്പല വളർത്തുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങ് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി തേങ്ങാച്ചോറിനുള്ള തിളയാണ് വന്നിരിക്കുന്നത്. നല്ല തിളച്ച് വരുമ്പോൾ ചെറിയ ഉള്ളിയും നല്ല വെളിച്ചെണ്ണയും ഒഴിച്ച് താളിച്ച് ഇതിലേക്ക് ഒഴിക്കണം.
എന്നിട്ട് ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. അപ്പം അതവിടെ ഇരുന്ന് വേകും. എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സബോള ചെറുതാക്കിയാണ് ഇടാൻ പോകുന്നത്. നിങ്ങളൊക്കെ തേങ്ങാച്ചോറ് വയ്ക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് ചെറിയ ഉള്ളി ഇട്ടാണ് താളിക്കേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായേ, അതുകൊണ്ട് ഞാനത് സബോളേനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തളിക്കാൻ ഇടാൻ പോവുക. ഇനി ഇതിലേക്ക് കിട്ടണേ നല്ല അടിപൊളി വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് കണ്ടോ, ഇച്ചിരി നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കണം. ശേഷം ഇത് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കുക, ഫ്ലെയിം ഓൺ ആക്കുക. അപ്പം ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വരണം. ഹലോ ഗൈസ്, ഇത് കണ്ടോ, ഒരു പകുതി വെന്ത പരുവമായ ചോറ്. ഇനി തളിപ്പനൊഴിച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ കിടന്നാൽ മതി. അത് കാണിച്ചോണ്ട്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് സ്മെല്ല് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ പറയണേ. ഒരു 2 സെക്കൻഡ് അങ്ങനെ വെക്കണേ. ആ സ്മെല്ല് നല്ലതുപോലെ ഒന്ന് അതിലേക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇഞ്ചി ചതയ്ക്കാൻ വേണ്ടി ഇടിയങ്കല്ലിൽ വെച്ചിട്ടുണ്ട്. ഇതേ വെളുത്തുള്ളി, സബോള കുറച്ച് വഴന്നപ്പോഴാണ് ഞാനിത് ഇടുന്നത്. തക്കാളിയും കൂടെ ഇടാവേ. നമ്മുടെ തേങ്ങാച്ചോറ് എന്തായാലും നമുക്ക് നോക്കണ്ടേ. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ടിരിക്കുവാണ്. കാണിക്കാവേ, ഇത് കണ്ടോ, അടിപൊളി കണ്ടോ, നല്ല
വെള്ളം കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. ഇളക്കി സെറ്റായ ശേഷം നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരൽപ്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കൊച്ചിന് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് കുറച്ച് ചോറെടുത്ത് അവന് കൊടുക്കുവാണ്.